Hello guys, welcome back. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കാർസിനോമ ഓഫ് സ്റ്റൊമക് ഓർ ഗ്യാസ്ട്രിക് അഡിനോകാർസിനോമ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് കാർസിനോമയാണ്. ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇതിൽ എന്തൊക്കെ നമ്മൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർഫോളജി നോക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ റിസ്ക് ഫാക്ടേഴ്സ്, ദെൻ പാത്തോജനസിസ്, പിന്നെ മോർഫോളജി, ക്ലാസിഫിക്കേഷൻ ആൻഡ് സ്പ്രെഡ്. ഈ ഒരു ഓർഡറിലാണ് നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് വീഡിയോ ചെയ്തിട്ടുള്ളത്. ആൻഡ് ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അതിന് മുമ്പായിട്ടൊരു കാര്യം കൂടെ പറയാനുണ്ട്. എനിക്കറിയാം ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ബിക്കോസ് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ഇൻട്രോ ഷൂട്ട് ചെയ്യുമ്പോഴും അതുകൂടാതെ ഇതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്തും നല്ല മഴയാണ് പുറത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് മഴയുടെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഐ എം സോറി ഫോർ ദാറ്റ്. ആൻഡ് നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം. ഗ്യാസ്ട്രിക് അഡിനോകാർസിനോമ. സോ ഗ്യാസ്ട്രിക് അഡിനോകാർസിനോമ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് കാർസിനോമ എന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എറ്റിയോളജി ആൻഡ് പാത്തോജനസിസ്. എറ്റിയോളജി എന്ന് പറയുമ്പോൾ എന്താ, റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് ഗ്യാസ്ട്രിക് കാർസിനോമയാണ്. സോ റിസ്ക് ഫാക്ടേഴ്സിൻ്റെ ഒരു ടേബിൾ ഉണ്ട്. മെയിൻലി റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് ഗ്യാസ്ട്രിക് കാർസിനോമ എന്ന് പറയുമ്പോൾ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഉണ്ട്, ഹോസ്റ്റ് ഫാക്ടേഴ്സ് ഉണ്ട്, ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എച്ച് പൈലോറി ഇൻഫെക്ഷൻസ്. എച്ച് പൈലോറി ഇൻഫെക്ഷൻ്റെ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്. ഹൗ എച്ച് പൈലോറി ഇൻഫെക്ഷൻ കോസിങ് ഗ്യാസ്ട്രിക് കാർസിനോമ. അപ്പോൾ ഒരു പേഷ്യൻറ്റ് ഹു ഈസ് ഹാവിങ് എ ക്രോണിക് എച്ച് പൈലോറി ഇൻഫെക്ഷൻ, അക്യൂട്ടായിട്ടുള്ള എച്ച് പൈലോറി ഇൻഫെക്ഷൻ വന്നു, ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുത്തില്ലെങ്കിൽ ക്രോണിക് ആവും. അപ്പോൾ ക്രോണിക് എച്ച് പൈലോറി ഇൻഫെക്ഷനുള്ള ഒരു പേഷ്യൻ്റാണ്. അപ്പോൾ ക്രോണിക് എച്ച് പൈലോറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണല്ലോ. അപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്തുണ്ടാക്കും, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ക്രോണിക് എച്ച് പൈലോറി ഇൻഫെക്ഷൻ കോസസ് ക്രോണിക് ഇൻഫ്ലമേഷൻ ഓഫ് ദി ഗ്യാസ്ട്രിക് മ്യൂക്കോസ ആൻഡ് ദിസ് ലീഡ്സ് ടു എട്രോപിക് ഗ്യാസ്ട്രൈറ്റിസ്. Okay, so chronic inflammation of gastric mucosa endukum leading to atrophic gastritis. This atrophic gastritis will decreases the secretion of acid and pepsin. So gastric atrophy എന്ന് പറയുമ്പോൾ ഡിക്രീസ് ഇൻ സൈസ് ആൻഡ് നമ്പർ ഓഫ് ദി സെൽ. അതാണ് അട്രോഫി എന്ന് പറയുമ്പോൾ. ഗ്യാസ്ട്രൈറ്റിസ് മീൻസ് ഇൻഫ്ലമേഷൻ ആയിട്ട് ഗ്യാസ്ട്രിക് സെൽസിൻ്റെ അട്രോഫി സംഭവിക്കുമ്പോൾ എന്ത് പറ്റും, അവിടുത്തെ സെക്രീഷൻ്റെ എമൗണ്ട് ഒക്കെ കുറയും. അങ്ങനെ ഡിക്രീസ് ദി സെക്രീഷൻ ഓഫ് ആസിഡ് ആൻഡ് പെപ്സിൻ. ആൻഡ് ദിസ് ഫേവേഴ്സ് ഇപ്പം എച്ച് സി എല്ലിൻ്റെ ലെവൽ, നമ്മുടെ എച്ച് സി എൽ ഒരു ബാരിയറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ എച്ച് സി എല്ലിൻ്റെ ലെവൽ കുറയുമ്പോൾ എന്ത് പറ്റും, അവിടെ ബാക്ടീരിയയ്ക്ക് ഗ്രോത്ത് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. That favors the bacterial growth and also the growth of bacteria that converts nitrate into carcinogenic nitrite. അപ്പോൾ നൈട്രേറ്റിനെ നൈട്രൈറ്റ് ആക്കും. ഈ നൈട്രേറ്റ് എന്നുള്ളത് കാർസിനോജനിക് ആണ്. അപ്പോൾ ആ നൈട്രേറ്റിൻ്റെ ഫോർമേഷൻ ഇവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് കണ്ടിന്യൂവേഷൻ ഓഫ് ദി ക്രോണിക് ഇൻഫ്ലമേഷൻ വിച്ച് മേ പ്രോഗ്രസസ് ടു ദി മ്യൂക്കോസൽ അട്രോഫി. ഓക്കെ, അവിടെ മ്യൂക്കോസൽ ബാരിയേഴ്സ് ഉണ്ട് നമ്മുടെ സ്റ്റൊമക്കിലെ മ്യൂക്കോസയാണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്, പെപ്റ്റിക് അൾസർ ഡിസീസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ തിക്ക് ലെയർ ഉണ്ട്. ആ മ്യൂക്കോസയ്ക്ക് എന്ത് പറ്റും, എട്രോഫി സംഭവിക്കുക എന്ന് പറയുമ്പോൾ റെഡ്യൂസിങ് സൈസ് ആൻഡ് തിക്നെസ് ആൻഡ് നമ്പർ. ഓക്കെ, റിസൾട്ടിങ് ഇൻ ഇൻഡസ്റ്റൈനൽ മെറ്റാപ്ലേസിയ എന്ന് പറയുമ്പോൾ എന്താ, ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സെല്ലിൻ വൺ സൈഡ് അനദർ സൈഡിൽ സെയിം അഡൾട്ട് മെച്യൂർഡ് ആയിട്ടുള്ള സെല്ലുമായിട്ട് റീപ്ലേസ് ചെയ്യും. ദാറ്റ് ഈസ് മെറ്റാപ്ലേസിയ. ദെൻ ഡിസ്പ്ലേസിയ എന്ന് പറയുമ്പോൾ എന്താ, ഡിസോറിയൻറ്റേഷൻ ആണ്, റിസൾട്ടിങ് ഇൻ കാർസിനോമ ഓഫ് സ്റ്റൊമക്. ഇതാണ് റിസ്ക് ഫാക്ടർ, ഹൗ എച്ച് പൈലോറി ഇൻഫെക്ഷൻ കോസസ് ഗ്യാസ്ട്രിക് കാർസിനോമ. നെക്സ്റ്റ് ഫാക്ടർ ഇസ് ഡയറ്ററി ഓർ ന്യൂട്രീഷണൽ ഫാക്ടർ. ഡയറ്ററി ഓർ ന്യൂട്രീഷണൽ ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്താ സംഭവം, ഇവിടെ നൈട്രൈറ്റ് ഡിറൈവ്ഡ് ഫ്രം നൈട്രേറ്റിൽ നിന്ന് നൈട്രൈറ്റ് ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന ഫുഡ് കൺസപ്ഷൻ ലൈക്ക് വാട്ടർ, പ്രോസസ്ഡ് ഫുഡ്, വാട്ടർ ഉണ്ട്, പ്രോസസ്ഡ് ഫുഡ്സ് ഉണ്ട്, ദെൻ സ്മോക്ക്ഡ് ഫുഡ്, എക്സസ് ഓഫ് സോൾട്ട്, ദെൻ ഡെഫിഷ്യൻസി ഓഫ് ഫ്രഷ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, വിറ്റാമിൻ എ, സി ആൻഡ് റെഫ്രിജറേഷൻ. ഇതെല്ലാം ഡയറ്ററി ഓർ ന്യൂട്രീഷണൽ റിസ്ക് ഫാക്ടറാണ്. കൂടാതെ ലോ സോഷ്യോ എക്കണോമിക്കൽ സ്റ്റാറ്റസിൻ്റെ ബേസിലാണെങ്കിൽ ലോ ഫാറ്റ് ഓർ പ്രോട്ടീൻ കൺസപ്ഷൻ ഓർ ഫാറ്റ് കൺസപ്ഷൻ കുറയാണ്. അതുകൂടാതെ കാർബോഹൈഡ്രേറ്റ് കൺസപ്ഷൻ ഈസ് വെരി ഹൈ. അതാണ് ലോ സോഷ്യോ എക്കണോമിക്കൽ സ്റ്റാറ്റസിൻ്റെ പ്രോബ്ലം. ആൻഡ് ദെൻ റബ്ബർ ആൻഡ് കോൾ വർക്കേഴ്സ്. ദെൻ ഹോസ്റ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്, ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസ്, പെർനീഷ്യസ് അനീമിയ വരുമ്പോൾ എന്ത് പറ്റും, അബ്സോർപ്ഷൻ ഓഫ് മിനറൽസിന് അത് കൂടുതലായിട്ട് ബാധിക്കുന്നുണ്ട്. ദെൻ ഹൈപ്പോക്ലോർ ഹൈഡ്രേ ഫേവേഴ്സ് ദി കോളനൈസേഷൻ വിത്ത് എച്ച് പൈലോറി ഇൻറ്റസ്റ്റൈനൽ മെറ്റാപ്ലീസിയ ഇൻ എ പ്രിക്കോസൽ ലീഷൻ. ദെൻ പാർഷ്യൽ ഗ്യാസ്ട്രക്ടമി എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കുക, വിച്ച് വിൽ ഫേവേഴ്സ് ദി ബയൽ റിഫ്ലെക്സ് ആൻഡ് ആൽക്കലൈൻ ഇൻറ്റസ്റ്റൈനൽ ഫ്ലൂയിഡ്. ഇപ്പോൾ ആൽക്കലൈൻ ഇൻറ്റസ്റ്റൈനൽ ഫ്ലൂയിഡിനെയും ആൻഡ് ബയൽ റിഫ്ലെക്സിനൊക്കെ ഫേവർ ആക്കും പാർഷ്യൽ ഗ്യാസ്ട്രക്ടമി. ആൻഡ് ദെൻ ഗ്യാസ്ട്രിക് ഡിസ്പ്ലേസിയ and adenoma more than 2 cm. So gastric dysplasia, disorientations or adenomas vara. And Barrett esophagus, then hypertrophic gastropary. Barrett esophagus previous question aanu.
നെക്സ്റ്റ് ഈസ് ജനറ്റിക് ഫാക്ടേഴ്സ്. ജനറ്റിക് ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്താ, ബ്ലഡ് ഗ്രൂപ്പ് എ ഉള്ളവർക്ക് കൂടുതൽ ചാൻസ് ഉണ്ട്, ബാക്കിയുള്ള ബ്ലഡ് ഗ്രൂപ്പ് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ചാൻസ് ഉണ്ട്. ദെൻ ഫാമിലി ഹിസ്റ്ററി ഓഫ് ഗ്യാസ്ട്രിക് ക്യാൻസർ, ഹെറിഡിറ്ററി നോൺ പോളിപോസിസ് കോളൻ ക്യാൻസർ സിൻഡ്രോംസ്, ഫെമീലിയൽ ഗ്യാസ്ട്രിക് കാർസിനോമ സിൻഡ്രോം. ആൻഡ് ഫെമീലിയൽ ഗ്യാസ്ട്രിക് കാർസിനോമ എന്ന് പറയുമ്പോൾ എന്താ സംഭവം, ജേം ലൈൻ മ്യൂട്ടേഷൻ വരുന്നുണ്ട് ഈ കാഡറിൻ ജീൻ. ഈ കാഡറിൻ ജീൻ എന്ന് പറയുമ്പോൾ ഏത് ജീനാണ്, CDH1 ജീനിനാണ് മ്യൂട്ടേഷൻ സംഭവിക്കുന്നത്, വിച്ച് കോഡ് ഫോർ ഈ കാഡറിൻ. ആൻഡ് ലൈഫ് ഫ്രോമനി സിൻഡ്രോം. ഇതൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ്. റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് പറഞ്ഞത്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഉണ്ട്, ഹോസ്റ്റ് ഫാക്ടേഴ്സ് ഉണ്ട്, ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്. എൻവയോൺമെൻറ്റൽ എന്ന് പറയുമ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പോലെ H. pylori ഇൻഫെക്ഷൻസ്, ഡയറ്ററി ന്യൂട്രീഷണൽ ഫാക്ടർ, ലോ സോഷ്യോ എക്കണോമിക്കൽ സ്റ്റാറ്റസ്, ദെൻ റബ്ബർ ആൻഡ് കോൾ വർക്കേഴ്സ് ഉണ്ട്. ഹോസ്റ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ പെടും, ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസ്, പാർഷ്യൽ ഗ്യാസ്ട്രക്ടമി, ഗ്യാസ്ട്രിക് ഡിസ്പ്ലേസിയ, ബാരറ്റ് ഈസോഫാഗസ് എക്സെട്ര. ആൻഡ് ജനറ്റിക് ഫാക്ടർ ഇൻക്ലൂഡ്സ് ബ്ലഡ് ഗ്രൂപ്പ് എ, family history of gastric cancer, hereditary non-polyposis colon cancers, familial gastric carcinoma syndrome, etc. and life Romani syndrome. Pathogenesis of the gastric cancers. The majority of the gastric cancers have no hereditary basis. However, the mutation detected in the familial gastric cancers have helped in understanding the mechanism of the carcinogenesis in the sporadic cases. ഫെമീലിയൽ ഗ്യാസ്ട്രിക് ക്യാൻസേഴ്സ്. ഫെമീലിയൽ ഗ്യാസ്ട്രിക് ക്യാൻസേഴ്സ് എന്ന് പറയുമ്പോൾ നേരത്തെ പറയുന്നു എന്താ ഇവിടെ സംഭവിക്കുക, ജേം ലൈൻ മ്യൂട്ടേഷൻ, ജേം ലൈൻ ലോസ് ഓഫ് ഫങ്ഷണൽ മ്യൂട്ടേഷൻ ഇൻ ദി ട്യൂമർ സപ്രസഡ് ജീൻ CDH1. CDH1 ജീനിന് ലോസ് ഓഫ് ഫങ്ഷണൽ മ്യൂട്ടേഷനാണ്, ജേം ലൈൻ ലോസ് ഓഫ് ഫങ്ഷണൽ മ്യൂട്ടേഷനാണ് സംഭവിക്കുന്നത് എവിടെ, CDH1 ജീനിന്. അതൊരു ട്യൂമർ സപ്രസഡ് ജീനാണ്. അതുകൂടാതെ ഇറ്റ് എൻകോഡ്സ് ഫോർ സെൽ അഡഹഷൻ പ്രോട്ടീൻ ഈ കാഡറിൻ. സ്പൊറാഡിക് ഗ്യാസ്ട്രിക് ക്യാൻസേഴ്സ് ഉണ്ട്. സ്പൊറാഡിക് ഗ്യാസ്ട്രിക് ക്യാൻസർ എന്ന് പറയുമ്പോൾ സ്പൊറാഡിക് ഡിഫ്യൂസ് ഗ്യാസ്ട്രിക് കാർസിനോമ ഷോസ് ലോസ് ഓഫ് ഈ കാഡറിൻ. ലോസ് ഇവിടെയും ഈ കാഡറിന് ലോസ് സംഭവിക്കുന്നുണ്ട്, ബട്ട് ഇവിടെ CDH1 അഫക്റ്റ് ചെയ്തു ആകാം, അഫക്റ്റ് ചെയ്യാണ്ടും ആകാം. ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു ലോസ് ഓഫ് ഫങ്ഷണൽ മ്യൂട്ടേഷൻ. നേരത്തെ പറഞ്ഞ പോലെ ലോസ് ഓഫ് ഫങ്ഷണൽ മ്യൂട്ടേഷൻ ട്യൂമർ സപ്രസർ ജീൻ CDH1 കൊണ്ടാകാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ CDH1 ജീനിന് കുഴപ്പമൊന്നുമില്ല, ബട്ട് ഹൈപ്പർ മെത്തൈലേഷൻ ആൻഡ് സൈലൻസിങ് ഓഫ് ദ CDH1 പ്രൊമോട്ടർ മൈറ്റ് ബി ഹാപ്പൻഡ്. അതുകൊണ്ട് വരാം ഹൈപ്പർ മെത്തൈലേഷൻ ആൻഡ് സൈലൻസിങ് ഓഫ് ദ CDH1 പ്രൊമോട്ടർ റിസൾട്ടിങ് ഇൻ ഡിക്രീസ്ഡ് ഈ കാഡറിൻ എക്സ്പ്രഷൻ. ബ്രക്കാറ്റീവ് മ്യൂട്ടേഷൻ കൊണ്ട് വരാം. ഓക്കെ, സ്പൊറാഡിക് ഇൻറ്റെസ്റ്റിനൽ ടൈപ്പ് ഓഫ് ക്യാൻസർ, ഗ്യാസ്ട്രിക് ക്യാൻസേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ദർ ഇസ് മ്യൂട്ടേഷൻ കോസിങ് ഇൻക്രീസ്ഡ് സിഗ്നലിംഗ് വയാ ദി VNT pathway, resulting in, or it can be due to loss of functional mutation in adenomatous polyposis coli tumor suppressor gene and gain of function in the beta catenin gene, which encoding for beta catenin, the gain of functionality, loss of function of APC tumor suppressor gene kondu varam. Next is mutation. In this pathogenesis endokka kondu varam, mutation of TP53 or loss of functional mutation in other genes like BAX and CDKN2A. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് പാത്തോജനസിസ് ഫോർ ദ സ്പൊറാഡിക് ഗ്യാസ്ട്രിക് ക്യാൻസർ. നെക്സ്റ്റ് ഇസ് മോർഫോളജി. മോർഫോളജി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ സൈറ്റാണ് പറയേണ്ടത്, എവിടെയൊക്കെയാണ് ഗ്യാസ്ട്രിക് കാർസിനോമ വരാനുള്ള ചാൻസ്, എവിടെയൊക്കെ വരാം. സ്റ്റൊമക്ക് എടുക്കുമ്പോൾ സ്റ്റൊമക്കിൻ്റെ ലോവർ പാർട്ടായിട്ടുള്ള പൈലോറസിൽ വരാം, അല്ലെങ്കിൽ അതിന് തൊട്ട് മേളിൽ ആൻഡ്രത്തിൽ വരാം, ആൻഡ്രത്തിന് തൊട്ട് മേളിലുള്ള ബോഡിയിൽ വരാം, or ഏറ്റവും മേളിലുള്ള ഫണ്ടസിൽ വരാം, അതുപോലെ കാർഡിയയിലും വരാം. ഇതൊക്കെയാണ് സൈറ്റ്. ഇതൊക്കെ പൈലോറസ്, ആൻഡ്രം, കാർഡിയ, ബോഡി, ഫണ്ടസ്. ഏറ്റവും കൂടുതൽ എവിടെയാണ് പൈലോറസും ആൻഡ്രവും. ആ ആൻഡ്രോ പൈലോറിക് റീജിയനിൽ വരുന്ന ലെസർ കർവേച്ചറിൻ്റെ അടുത്തുള്ള ഇറ്റ് ഫേവർ സൈറ്റ് ഇസ് ലെസർ കർവേച്ചർ ഓഫ് ദി ആൻഡ്രോ പൈലോറിക് റീജിയൻ. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഗ്യാസ്ട്രിക് കാർസിനോമ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഗ്യാസ്ട്രിക് കാർസിനോമ എന്നുള്ളത് ഹിസ്റ്റോളജിക്കൽ ഫീച്ചേഴ്സ് ബേസ്ഡ് ആയിട്ട് 2 ക്ലാസ് ഡിവിഷൻസ് ഉണ്ട്. WHO ബേസ്ഡ് 2 ഡിവിഷൻസ് ഉണ്ട്, വിച്ച് ഇസ് എപ്പിത്തീലിയൽ ട്യൂമേഴ്സ് ഓർ മീസെൻകൈമൽ ട്യൂമേഴ്സ്. എപ്പിത്തീലിയൽ ട്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, പ്രീ മാലിഗ്നൽ ലീഷൻസ് ഇൻട്രാ എപ്പിത്തീലിയൽ നിയോപ്ലേസിയ അഡിനോമാസിക്കൽക്കും ഡെവലപ്പ് ചെയ്യുക. മീസെൻകൈമൽ ട്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ ലിയോമയോ സാർക്കോമൊക്കെ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ എപ്പിത്തീലിയൽ ട്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ പ്രീ മാലിഗ്നൽ ലീഷൻ അല്ലെങ്കിൽ ഇൻട്രാ എപ്പിത്തീലിയൽ നിയോപ്ലേസിയ അഡിനോമാസ് ഡെവലപ്പ് ചെയ്യും, ലൈക്ക് അഡിനോകാർസിനോമ, papillary adenocarcinoma, tubular adenocarcinoma, mucinous adenocarcinoma, signet ring cell carcinoma, undifferentiated carcinoma, adenosquamous carcinoma, neuroendocrine carcinoma, carcinoid tumor. Mesenchymal tumors എന്ന് പറയുമ്പോൾ ലിയോമയോസാർക്കോമ, ഗ്രാനുലർ സെൽ ട്യൂമർ, Kaposi sarcoma, gastrointestinal stromal tumors, malignant lymphomas, etc. Then based on the depth of invasion, it is divided into early gastric carcinoma and advanced gastric carcinoma. Early gastric carcinoma എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ഇൻവേഷൻ നടക്കുന്നുണ്ട്. ഇൻവേസീവ് ക്യാൻസേഴ്സ് that is limited to the
mucosa and submucosa with or without perigastric lymph node metastasis. Lymph node metastasis നടക്കുന്നില്ല, it is limited to mucosa and submucosa. If the same cancer, invasive carcinoma, extend below the submucosa into the muscular wall, like muscular wall-ലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് മ്യൂക്കോസയിലും സബ്മ്യൂക്കോസയിലും മാത്രമേ പറഞ്ഞുള്ളൂ, ലിംഫ് നോഡ് മെറ്റാസ്റ്റസിസ് പറഞ്ഞില്ല. ബട്ട് ഇതൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ it extend below the submucosa into the muscularis wall and lymph node and associated with lymph node enlargement ആണെങ്കിൽ advanced gastric cancers ആയി. Then based on the macroscopic growth, it is divided into type 1, 2 and 3. Type 1 എന്ന് പറയുമ്പോഴത്തേക്കും എക്സോഫൈറ്റിക് ഓർ പഞ്ചിയേറ്റിംഗ് അല്ലെങ്കിൽ പോളിപ്പോസിസ് ആണ്. എക്സോഫൈറ്റിക് ഓർ പഞ്ചിയേറ്റിംഗ് ഓർ പോളിപ്പോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും, ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ ആയിരിക്കും വരിക. ഓർ ലൈക്ക് ദിസ്, ഇതൊരു പോളിപ്പോയിഡലായിട്ട് വരാം, അല്ലെങ്കിൽ പഞ്ചിയേറ്റിംഗ് ആയിട്ട് വരാം. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ആണ് ഇത് അൾസറേറ്റിംഗ് ആയിട്ട് വരാം, ഓർ ഇൻഫിൽട്രേറ്റീവ് ആയിട്ട് വരാം. Then type 1 exophytic polypoidal or fungiating fungus, like cauliflower ലേക്ക്, അതാണ് ഫഞ്ചിയേറ്റിംഗ് എന്ന് പറയുമ്പോൾ. കോളിഫ്ലവറിലേക്ക് ഒരു പ്രൊജക്ഷൻ പ്രൊട്രൂഷൻ ഉണ്ടാവുകയാണ്. അപ്പോൾ ഇറ്റ്സ് എ സോളിഡ് ട്യൂമർ ആയിരിക്കും വിച്ച് പ്രൊജക്ട്സ് ഓർ പ്രൊട്രൂഡ് ഇൻ ടു ദ ലൂമൻ ആസ് എ പോളിപ്പോയിഡ് ഓർ നോഡുലർ മാസ്. അതാണ് ടൈപ്പ് 1 എക്സോഫൈറ്റിക് പോളിപ്പോയിഡൽ ഓർ ഫഞ്ചിയേറ്റിംഗ് എന്ന് പറയുമ്പോൾ. ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ ഫ്ലാറ്റ് ഓർ ഡിപ്രസ്ഡ് ആയിരിക്കും, സൂപ്പർഫിഷ്യൽ ഫ്ലാറ്റ് ലീഷൻസ് വിത്ത് നോ ഒബിയസ് ട്യൂമൽ മാസ് within the mucosa and may be slightly elevated or depressed ആയിരിക്കും. And these patterns are elevated, can be flat or depressed. You can see in this picture. ഇതിൽ നമുക്ക് കാണാൻ പറ്റും, ഇതാണ് ഫ്ലാറ്റ് ലീഷൻ. ഫ്ലാറ്റ് ലീഷൻ ക്യാൻ ബി either ഡിപ്രസ്ഡ് ആയിട്ട് വരാം, അല്ലെങ്കിൽ സ്ലൈറ്റ്ലി എലിവേറ്റഡ് ആയിട്ട് വരാം. സൂപ്പർഫിഷ്യൽ ലീഷൻസ് ആയിരിക്കും എപ്പോഴും. ടൈപ്പ് 3 എന്ന് പറയുമ്പോഴത്തേക്കും എക്സ്കവേറ്റഡ് ആയിരിക്കും. എക്സ്കവേഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഇറോഷൻ സംഭവിക്കുക, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പാർട്ട് ഇതുപോലെ ഈ ഒരു പിക്ചറിൽ കണ്ടപോലെ ഇത്ര പാർട്ട് പോവുകയാണ്, കണ്ടോ, ഇങ്ങനെ സംഭവിക്കാം. ഇതാണ് എന്ത്, എക്സ്കവേഷൻ. എക്സ്കവേഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഒരു ഷാലോ ഡീപ്പ് ഇറോസീവ് ക്രേറ്റ് നമ്മളിപ്പോൾ കണ്ടതുപോലെ. ആൻഡ് ഇറ്റ് റിസംബിൾസ് ക്രോണിക് പെപ്റ്റിക് അൾസേഴ്സ്. ദി മ്യൂക്കോസ സറൗണ്ടിങ് കാൽസർ അപ്പിയേഴ്സ് ഫേം ആൻഡ് റേസ്ഡ് ആൻഡ് നോഡുലർ. നമുക്ക് കാണാം ഈ മ്യൂക്കോസയുടെ ഈ സൈഡിലുള്ള മ്യൂക്കോസസ് ഒക്കെ എന്താ, അപ്പിയർ റേസ്ഡ് ആൻഡ് ഫേം അല്ലേ. ഈ ഒരു പാർട്ടിൽ ഇറോഷൻ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ബേസ് ഇസ് റാഗ് ആൻഡ് നെക്രോട്ടിക് ആയിരിക്കും ബേസ് വരുന്നത്. The benign peptic ulcers which show punched out margins and a smooth base. Next is Lorraine classification. Lorraine classification is surgical subtypes based on, that is intestinal subtypes and diffuse or infiltrative subtypes. Intestinal subtypes എന്ന് പറയുമ്പോഴത്തേക്കും ഗ്രോസ്ലി പോളിപോഡൽ ബൾക്കി ട്യൂമേഴ്സ് ഓർ മേ ബി അൾസറേറ്റീവ് ആയിട്ടായിരിക്കും കാണാം. പോളിപോഡൽ ബൾക്കി ലീഷൻസ് കാണാം, അല്ലെങ്കിൽ അൾസറേറ്റഡ് ലീഷൻസ് കാണാം. ഓഫൺ ഇനീഷ്യേറ്റഡ് ബൈ ദി എസ് പൈലോറി ഇൻഫെക്ഷൻ. മൈക്രോസ്കോപ്പിക്കലി എന്ത് കാണാൻ പറ്റും, ഇറ്റ് ഫോംസ് എ ഗ്ലാൻഡ് ലൈക്ക് ട്യൂബുലർ സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. ഗ്ലാൻഡ് ലൈക്ക് ട്യൂബുലർ, ഇൻഡസ്റ്റൈനിൽ ഗ്ലാൻഡ് ലൈക്ക് ട്യൂബുലർ സ്ട്രക്ചേഴ്സ്. It probably arises in the areas of intestinal metaplasia. Metaplasia എന്ന് പറയുമ്പോൾ എന്താ, സെയിം ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് അഡൾട്ട് സെൽ വേറൊരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ഡെവലപ്പ് ചെയ്യണം, അഡൾട്ട് ടൈപ്പ് ഓഫ് സെൽ റീപ്ലേസ് ചെയ്യണം, ദാറ്റ് ഈസ് intestinal metaplasia. അവരെ റീപ്ലേസ് ചെയ്ത സെൽസ് എന്ത് അപ്പിയറൻസ് ഉള്ളത്, ഗ്ലാൻഡ് ലൈക്ക് ട്യൂബുലർ സ്ട്രക്ചർ ആയിരിക്കും അപ്പിയർ ആവുന്നത്. In microscopy, the tumor cell shows apical mucin vacuoles and mucins may be present in the lumen of the gland. Diffuse or infiltrating gastric adenocarcinoma എന്ന് പറയുമ്പോൾ എന്താ, ഗ്രോസലി diffuse gastric cancer infiltrate deeply into the stomach without forming obvious mass lesions, and they elicit desmoplastic reactions, produces diffuse flattening of the rugal fold in the mucosa and rigid widespread thickening of the wall. If entire stomach is involved, it may become non-distendable. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, ഡെസ്മോപ്ലാസ്റ്റിക് റിയാക്ഷൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഗ്രോസ് ലിങ്കേഴ്സ് ഓഫ് ഇൻഫിൽട്രേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇൻവേസീവ് ആണ്. ഇറ്റ് ഫോംസ് എ ഫ്ലാറ്റനിങ് ഓഫ് റൂഗിയ. അപ്പോൾ റൂഗിയ എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റൊമക്കിനുള്ളിലുള്ള കുറേ ഫോൾഡിങ്സ് ഉണ്ട്, ആ ഫോൾഡിങ്സിനെ വിളിക്കുന്നവരാണ് റൂഗിയ. അപ്പോൾ ഈ റൂഗൽ ഫോൾഡിംഗ് എന്നുള്ളത് സാധാരണ എന്താ, പ്രൊജക്ഷൻസ് പോലെ ജസ്റ്റ് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ബട്ട് ഇവിടുത്തെ കേസിൽ ഇൻഫിൽട്രേറ്റീവ് അഡെനോകാർസിനോമ വരുമ്പോൾ അത് ഫ്ലാറ്റനായിട്ട് മാറും, ഇൻ ദി മ്യൂക്കോസ ആൻഡ് റിജിഡ് ആയിട്ട് മാറും. ആൻഡ് ഓൾസോ ദസ് ബിക്കോസ് ഓഫ് ദിസ് റിജിഡിറ്റി ദി വോൾ ബിക്കം തിക്കൻഡ്. ആൻഡ് ഇഫ് entire stomach is involved, it may become non-distendable. നോർമലി സ്റ്റൊമക്കിൽ പെരിസ്റ്റാൾസിക് മൂവ്മെൻറ്റ് വരുമ്പോൾ ഡിസ്റ്റൻഷൻ ഉണ്ടാവാറുണ്ട്. ബട്ട് വെൻ all of this stomach is involved, adenocarcinoma involved, it cannot be distended and the lumen become narrow. This produces a leather bottle appearance, also known as linitis plastica. Microscopy of cygnate ring cells.
Microscopic signet ring cell is composed of discohesive tumor cells which does not form gland. അപ്പോൾ ഇവിടെ ഡിസ്കോഹസീവ് ആയിട്ടുള്ള ട്യൂമർ സെൽസ് ആയിരിക്കും. ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്ത ട്യൂമർ സെൽസ് ആണ് സിഗ്നറ്റ് റിംഗ് സെൽ. സിഗ്നറ്റ് റിംഗ് എന്ന് പറയുമ്പോൾ എന്താ, ഇതുപോലെ ആയിരിക്കും കാണാൻ അപ്പിയറൻസ്. ഒരു ന്യൂക്ലിയസ് ടു ദി പെരിഫറിയിൽ കാണും. സെൻട്രൽ സൈറ്റോപ്ലാസം കൂടുതലും എംറ്റി ആയിരിക്കും. ഓക്കെ. The tumor cell content abundant mucin expand the cytoplasm and pushes nucleus to periphery. Nucleus പെരിഫറിയിലേക്ക് പുഷ് ചെയ്തിട്ടുണ്ടാവും. സൈറ്റോപ്ലാസം എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടാവും. അബണ്ടൻ്റ് ആയിരിക്കും. ആൻഡ് a signet ring appearance creating a signet ring appearance with the malignant cells. And more than 50% of the tumors signet ring cells കാണാൻ പറ്റും. signet ring cell carcinoma എന്ന് വിളിക്കും. അങ്ങനെ 50% of the cells of signet ring appearance തരികയാണെങ്കിൽ it is called a signet ring carcinoma. And molecular or genomic subtypes ഉണ്ട്. It is based on the chromosomal unstable tumors, genomically stable tumors ഉണ്ട്, microsatellite unstable tumors ഉണ്ട്, Epstein-Barr viruses ഉണ്ട്. Then spread of carcinoma. Spread of carcinoma എന്ന് പറയുമ്പോൾ ഇത് ലോക്കൽ or direct spread. Local or direct spread എന്ന് പറയുമ്പോൾ എന്താ, muscularis and serosa of the stomach. muscularis and serosa of the stomach direct spread വരുന്നത്. lymphatic spread എന്ന് പറയുമ്പോൾ എന്താ, ഇതിൽ വോൾസിലേക്കൊക്കെ സ്പ്രെഡ് ആവുന്നത്. മസ്കുലാർ വോൾ ലെയർ ഓർ സെറോസൽ ലെയർ ഓഫ് സ്റ്റൊമക്കിലേക്ക് സ്പ്രെഡ് ആവുന്നത്. ഇറ്റ് ഓൾസോ ക്യാൻ ഇൻവേഡ് ഇൻ ടു ദി ഡിയോഡിനം, പാൻക്രിയാസ്, ലിവർ, കോളൻ ആൻഡ് റെട്രോപെരിറ്റോണിയം. ലിംഫാറ്റിക് സ്പ്രെഡ് എന്ന് പറയുമ്പോൾ സ്പ്രെഡ് വയ ദി സബ് മ്യൂക്കോസ ആൻഡ് സെറോസൽ ലിംഫാറ്റിക്സ് ടു ബോത്ത് റീസണൽ ആൻഡ് ഡിസ്റ്റന്റ് ലിംഫ് നോഡിലേക്ക് സ്പ്രെഡ് ആവുന്നുണ്ട്. ഇവിടെ എന്ന് പറയുമ്പോൾ സെന്റിനൽ ലിംഫ് നോഡ്. വാട്ട് ഇസ് സെന്റിനൽ ലിംഫ് നോഡ്? സെന്റിനൽ ലിംഫ് നോഡ് ഒരു വെർച്ചോസ് നോഡ്. സെന്റിനൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് എൻലാർജ് ആവുന്ന ലിംഫ് നോഡ് എന്തെങ്കിലും ഒരു ട്യൂമേഴ്സ് ഡെവലപ്പ് ചെയ്യുക, അതായത് സെന്റിനൽ ലിംഫ് നോഡ്. ഇവിടെ വെർച്ചോസിനാണ് കൂടുതലായിട്ട് സെന്റിനൽ ലിംഫ് നോഡായിട്ട് പറയുന്നത്. ആൻഡ് ഫസ്റ്റ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ട്രോയ്സസ് എന്ന് വിളിക്കും. ആൻഡ് മെറ്റാസ്റ്റസിസ് ഇത് പെരി അംബലിക്കൽ ലിംഫ് നോഡ്സ്, ഓൾസോ നോൺ സിസ്റ്റർ മേരി ജോസഫ് നൊഡ്യൂൾസ്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് കാർസിനോമ. എപ്പോഴൊക്കെ ഡെവലപ്പ് എൻലാർജ് ഇൻ റീഡിങ് കാർസിനോമ ഓഫ് സ്റ്റമക്, colon and pancreas. Metastasis to the ovaries is called Krukenberg's tumor. Also it metastasis to the pouch of Douglas. പിന്നെ കുറച്ച് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്. ഇഫ് അഡ്വാൻസ് ചെയ്യുമ്പോഴത്തേക്കും അയൺ ഡെഫിഷ്യൻസി അനീമിയാസ് ഡെവലപ്പ് ചെയ്യാം. അയൺ കേസിൽ ഇൻഡസ്ട്രിയൽ ടൈപ്പ് ഓഫ് gastric carcinoma arises from the precursor lesions. പിന്നെ കുറച്ച് ട്രോയ്സസ് സൈൻ എന്ന് പറഞ്ഞ രണ്ട് സൈൻസ് ഉണ്ട്. ട്രോയ്സസ് സൈൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് thrombophlebitis and deep in thrombosis. This is all about the gastric cancer.